ഹൂത്തികളുടെ പുതിയ പ്രഖ്യാപനം ലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം യഹിയ സാരിയുടെ വലിയൊരു പ്രഖ്യാപനമാണ് ഇന്ന് രാവിലെ നമുക്ക് മുമ്പിൽ വന്നത്. അദ്ദേഹം പറയുന്നത് ഈ ഇറാൻ്റെ ഈ കാര്യത്തിൽ ഏതെങ്കിലും ശത്രുപക്ഷം നേരിടുകയാണെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. നേരത്തെ നമ്മൾ ഇതിനൊക്കെ അലേർട്ടഡ് ആയിട്ടിരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല, ഞങ്ങളുടെ ഭാഗത്തൂടെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളും ഞങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരികയോ അല്ല സ്ഫോടനം നടത്തി നശിപ്പിച്ച് കളയുകയോ ചെയ്യുമെന്ന യഹിയ സാരിയുടെ പ്രഖ്യാപനം വളരെ വിപുലമായ രൂപത്തിൽ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിന് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട്. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഒരു രാജ്യത്തെയും മേക്കിട്ട് കയറാൻ പോയിട്ടില്ല. ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള പരിമിതികളും അവർ അങ്ങനെ തന്നെ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് മികവാർന്ന ടെക്നോളജികളായ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും മിസൈൽ സംവിധാനങ്ങളൊക്കെ അങ്ങേയറ്റം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചോദ്യം ചെയ്യാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് യഹിയ സാരിയുടെ ഒരു പ്രസ്താവനയുടെ ഭാഗമായി പറയുമ്പോൾ നമുക്കവിടെ പറയാൻ പറ്റുന്നത് റെഡ് സീ ഓൾറെഡി ഇവരുടെ കയ്യിലാണ്. അങ്ങനെ കയ്യിൽ അമർന്നു പോയാൽ ലോകത്തിലെ കപ്പൽ ഗതാഗതം സ്തംഭിക്കുകയും അതോടൊപ്പം തന്നെ ലോകത്തെ എമ്പാടുമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അപ്പുറഭാഗം അഥവാ ഹോർമുസ് കടലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ഇറാൻ്റെ IRGC ഇറാൻ റവല്യൂഷണറി ഗാർഡ് എല്ലാ അർത്ഥത്തിലും അവിടെ സൈനിക പരിശീലനം ആരംഭിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ആ കപ്പൽച്ചാലും അടക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം ഈ യുദ്ധത്തിൽ പരോക്ഷമായിട്ട് ഇടപെടേണ്ടി വരുമോ എന്ന് വരെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഹൂത്തികൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ല എന്ന് 1-2 തവണ മനസ്സിലാക്കിയതാണ്. ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന വലിയ ഇതായിട്ട് എടുത്തു കാണിക്കുന്ന കപ്പൽ പോലും ഹൂത്തികളുടെ ആക്രമണത്തിൻ്റെ പേരിൽ അവരെ ഭയന്നുകൊണ്ട് ഒരിക്കൽ തിരിച്ചു പോയത് നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത്. നിങ്ങളുടെ കപ്പലുകൾ മുക്കിക്കളയും, അതോടൊപ്പം തന്നെ എല്ലാ കപ്പലുകളെയും നമ്മൾ പിടിച്ചടക്കുകയോ അല്ലെങ്കിൽ തകർത്ത് കളയുകയോ ചെയ്യും. അത് പറയുന്നത് അത് യുദ്ധക്കപ്പലുകളെക്കുറിച്ചല്ല, ചരക്ക് കപ്പലുകളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ കാര്യം ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ലോകം ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഫയറിങ് നടന്നു കഴിഞ്ഞാൽ മറ്റൊരു ലോകമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. ലബനാനിൽ ഇപ്പോൾ ഈ ഇസ്രായേൽ വലിയ രൂപത്തിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബോംബിംഗ് സ്ഫോടനങ്ങൾ അവിടെ വളരെ വലിയ രൂപത്തിൽ നടത്തുന്നുണ്ട്. അതൊക്കെ നടക്കുന്നതിനിടക്കാണ് ഹൂത്തികൾക്കെതിരെ ഇസ്രായേൽ ഒന്നും മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഹൂത്തികളെന്ന് പറയുന്നത് അദൃശ്യമായിട്ടുള്ള ഒരു ചരടുകളാണ്. അവരുടെ ടണലുകളോ അവരുടെ ഒരു പ്രവർത്തന രീതികളോ അത്ര കണ്ട് ഇസ്രായേലിന് പിടികിട്ടിട്ടില്ല. മാത്രമല്ല, അവരുടെ സംവിധാനങ്ങൾ അത്രമേൽ മൈന്യൂട്ടഡാണ്. ഈ റയർ കേസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ വളരെ വിചിത്രമായിട്ടുള്ള വളരെ കുറഞ്ഞ രീതിക്ക് മാത്രം പുറത്തേക്ക് വരുന്ന ഇൻഫർമേഷൻ ആണ് ഈ ഒരു ഹൂത്തികളുടെ ഭാഗത്തു നിന്ന്. അത് തന്നെ ഒരാൾ മാത്രമേ ഉള്ളൂ. യഹിയ സാരി എന്തു പറയുന്നു അതാണ് ഹൂത്തികൾ എന്ന് പറയുന്ന ആളുകളുടെ മൊത്തമായിട്ടുള്ള പറച്ചിലുകൾ. അതുകൊണ്ട് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും ചോർത്തിക്കൊണ്ടുവരാൻ പറ്റാത്ത പ്രത്യേക ഒരു വിഭാഗമായിട്ട് ഇസ്രായേൽ ഈ ഹൂത്തികളെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തകർക്കാനോ അല്ലെങ്കിൽ ക്ഷയിപ്പിക്കാനോ ഹൂത്തികൾക്ക് എന്തെങ്കിലും കാര്യമായ പരിക്ക് പറ്റിക്കാനോ അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഈ ഒരു പ്രഖ്യാപനം ഈ സമയത്ത് ജനീവ ചർച്ച നടക്കുന്ന സമയത്ത് വരുമ്പോൾ ലോകം എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നതാണ് നമ്മളിനി കാത്തിരിക്കേണ്ടത്. ഇതൊരു സപ്പോർട്ടീവ് ചാനലാണ്. ചാനൽ എപ്പോൾ അടിച്ചു പോകാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സപ്പോർട്ടീവ് ചാനൽ കണ്ടിന്യൂ ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കൂടെ കൂടുക. ഈ പുതിയൊരു ലോകം കെട്ടിപ്പടുക്കാൻ, സമാധാന ലോകം കെട്ടിപ്പടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.